ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ പതിവ് പോലെ ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കാം കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് സ്പീഡ് പറയുന്നത് വെച്ചാൽ പുറത്ത് നന്നായിട്ട് മഴ വരാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാട്ടോ. അപ്പൊ ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയാട്ടോ നമ്മുടെ നാട്ടിലൊക്കെ. ഇപ്പോഴും നല്ല മഴയാണ്. അപ്പൊ നമ്മുടെ കോഴികൾക്കൊക്കെ പുറത്തൊക്കെ പോയി കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീറ്റയൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇന്നലെ മെനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഞാൻ ഇൻക്യുബേറ്ററിന്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻക്യുബേറ്ററിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമായിട്ട് എന്ത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വാങ്ങിയ ഇൻക്യുബേറ്ററും കാര്യങ്ങളും അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാട്ടോ ഇന്നത്തെ ഒരു വീഡിയോയില്. അപ്പൊ നമ്മുടെ കോഴി വളർത്താൻ തുടങ്ങുന്നവര്, നമ്മുടെ നാടൻ കോഴി വളർത്തുന്നവര് തീർച്ചയായിട്ടും ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ ഒക്കെ നല്ലതാട്ടോ. നമ്മുടെ വീടുകളിൽ നമ്മുടെ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ ചെറിയ ഇൻക്യുബേറ്റർ മതി. നമുക്ക് തുടക്കത്തിലെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മളൊരു ഇൻക്യുബേറ്റർ വാങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെ കോഴിമുട്ട വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയാന്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ചെറിയൊരു ഇൻക്യുബേറ്റർ വാങ്ങിയാൽ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. അപ്പൊ നന്നായിട്ട് മഴ പൊടിയുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ആ ഇൻക്യുബേറ്ററും കാര്യങ്ങളും അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ അന്നത്തെ ഒരു വീഡിയോയില്. അപ്പൊ അതെന്താണ്, എങ്ങനെയാണ്, എവിടുന്ന വാങ്ങിയെന്നൊക്കെ ഞാൻ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കട്ടോ ഈ ഒരു വീഡിയോയില്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇനി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങളുടെ സപ്പോർട്ടും ഇതേപോലെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ചു പേരാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മുമ്പോട്ട് വന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ പോവുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാനം ആകുകയാണെങ്കിൽ അതല്ല നല്ലത്. അപ്പൊ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്, വീട്ടിലിരുന്ന് എന്ത് ചെയ്യും, നമ്മൾക്ക് എന്തൊരു വരുമാനം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് നടന്നുകൊണ്ടിരുന്നായിട്ട് ഞാനും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റിയ വീട്ടിലിരുന്നുകൊണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു കോഴി വളർത്തൽ, നമ്മുടെ നാടൻ കോഴി വളർത്തലിലേക്ക് വന്നത്. അപ്പൊ ഞാന് എന്താ പറയാ, എനിക്ക് ഉണ്ടായ ഒരു അനുഭവവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുമ്പോട്ട് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കട്ടെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പൊ മഴ ആയതുകൊണ്ടാണ് സ്പീഡിൽ പറയുമ്പോൾ തെറ്റിപ്പോകുന്നത്, ഒന്നും വിചാരിക്കേണ്ട. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇൻക്യുബേറ്റർ. ഇത് മൊത്തം വരുന്നത് തെർമാക്കോളിന്റെ ഒരു ബോക്സ് ആട്ടോ മൊത്തം വരുന്നത്. അപ്പൊ ഇത് നമ്മൾ കോഴി വളർത്തുന്ന സമയത്ത് നമുക്ക് ധാരാളം കോഴി വളർത്താൻ തുടങ്ങിയ ഒരു സമയത്താട്ടോ, നമ്മുടെ കോഴികളൊക്കെ മുട്ടയിട്ട് വരുന്ന ഒരു സമയത്ത് നമ്മൾ അവിടെ വെച്ചിട്ടും കോഴിമുട്ടയൊക്കെ ബാക്കി ഉണ്ടായിരുന്ന സമയത്ത് എന്തുകൊണ്ട് നമുക്ക് ഇൻക്യുബേറ്ററൊക്കെ വാങ്ങിക്കൂടാ എന്നൊരു ചിന്ത വന്നതുകൊണ്ടാട്ടോ അപ്പൊ ഞാനും മാഷനും കൂടി ഇങ്ങനെ ഒരു ചെറിയ ഇൻക്യുബേറ്റർ വാങ്ങാനൊരു പ്ലാൻ ഇട്ടത്. അപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാട്ടോ ഈ ഒരു ഇൻക്യുബേറ്ററിന്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പൊ യൂട്യൂബിന്റെ ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു ഇൻക്യുബേറ്ററിന്റെ സ്ഥലവും കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇൻക്യുബേറ്റർ ഓർഡർ ചെയ്തത്. അങ്ങനെ അവർ അവിടെ നിന്ന് അയച്ചു തരും. നമ്മൾ പോയിട്ട് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് അവർ എത്തിച്ചേരും കേട്ടോ. പിന്നെ അതിന്റെ നമ്മളെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കട്ടെ, താല്പര്യമുള്ളവർക്കൊക്കെ വിളിച്ചു നോക്കാം. അന്ന് ഞാൻ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഡെലിവറി ചെയ്ത് തന്നായിരുന്നു. പക്ഷെ നമ്മൾ ഡെലിവറി ചാർജ് നമ്മൾ കൊടുക്കണം. എനിക്കൊന്ന് 300 രൂപയാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് മൊത്തം 2300 രൂപയോ അങ്ങനെ എന്തോന്നായിട്ട് ആയത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടിപ്പോൾ കുറച്ചായി. നമ്മൾ കോഴി വളർത്തിയ ഒരു 3 വർഷമൊക്കെ ആയിട്ട് നമ്മൾ ഇൻക്യുബേറ്റർ വാങ്ങിയിട്ട്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻക്യുബേറ്റർ മതി കേട്ടോ. ഇത് തെർമോക്കോൾ ആണെങ്കിലും ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഈ ഒരു ഇൻക്യുബേറ്റർ വരുന്നത്. പിന്നെ ഇതിൽ 30 മുട്ട വെക്കാനുള്ള ഇൻക്യുബേറ്റർ ആണ് കേട്ടോ നമുക്ക് ഉള്ളത്. പിന്നെ ഇത് ഫുള്ള് നമ്മൾ കൈകൊണ്ട് കോഴിമുട്ട തിരിച്ചു വെക്കുകയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതല്ല, അതിൻ്റെ ആ ഒരു ഇതിലൊക്കെ ബൾബ് ഓഫ് ആവുകയും ഓൺ ആവുകയൊക്കെ ഓട്ടോമാറ്റിക് ആണ്. ഫുള്ളും ഓട്ടോമാറ്റിക് ആട്ടോ, നമ്മളൊന്നും ചെയ്യേണ്ട. നമ്മൾ
അതിൽ കറക്റ്റ് കോഴിമുട്ട വെച്ച് കൊടുക്കുക. 18 ദിവസമാകുമ്പോൾ നമുക്ക് അത് ഓഫ് ചെയ്ത് വെക്കുക. 21 ദിവസം നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. നമ്മൾ ഫുൾ ഓട്ടോമാറ്റിക് അല്ലാത്ത സെമി ഓട്ടോമാറ്റിക് ഒക്കെ ആകുമ്പം നമ്മൾ ദിവസം 2 പ്രാവശ്യമൊക്കെ കോഴിമുട്ട നമ്മൾ മറിച്ചും തിരിച്ചൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കോഴിമുട്ട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് നമ്മൾ വെള്ളം ഉണ്ടോ നോക്കുക, അതിനുള്ള വെള്ളം ഉണ്ടോ നോക്കുക, അത് മാത്രം ചെയ്താൽ മതി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി തുറക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിമുട്ട വെക്കുന്നത് കേട്ടോ, ഇൻക്യുബേറ്റർ. അപ്പോൾ ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് നമ്മൾ അതിൻ്റെ ഒരു പിന്നും കോഴിമുട്ട വെക്കുന്നതും അതേപോലെ അതിൻ്റെ വെള്ളം, ബൾബ്, അതിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ ഈ ഒരു ഇൻക്യുബേറ്റർ മതിയാവും കേട്ടോ. എനിക്കൊക്കെ ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിരിഞ്ഞിറങ്ങി വലിയതായിട്ടുണ്ട്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആകുമ്പോൾ ഇതായിരിക്കും നന്നാവുക. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആദ്യമായിട്ടൊക്കെ നമ്മൾ ഇൻക്യുബേറ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ ആകെ ടെൻഷൻ ആയിരിക്കും. നമ്മൾ ആരോടെ ചോദിക്കുക, എങ്ങനെ ചോദിക്കുക, എന്താ അതിനെപ്പറ്റി ഒന്നും അറിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം ഒരു 10, 20, 30 കോഴിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ, നമുക്ക് നാടൻ കോഴികൾ വളർത്തുന്നവരാണെങ്കിൽ ചെറിയ ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ കോഴികൾക്ക് അട വെക്കാതെ തന്നെ കോഴികളുടെ പൊരുത്ത് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഒരു ചെറിയ ഇൻക്യുബേറ്റർ സഹായത്തോടെ കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കാനും അതിൽ കൂടെ ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനൊക്കെ നല്ലതാട്ടോ. പിന്നെ നമ്മുടെ കോഴിമുട്ട കൊടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മുടെ കോഴിമുട്ട വിരിച്ചിറക്കി കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. അതായിരിക്കും ഒന്നും കൂടി നമുക്ക് ചെറിയൊരു ലാഭം ഉണ്ടാവുക. നമ്മുടെ വീടുകളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴിമുട്ടയൊക്കെ 10 രൂപ തോതിലൊക്കെ കിട്ടും. പിന്നെ കടകളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചില സ്ഥലത്ത് 8 രൂപ 9 രൂപയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം അതിന് നല്ലത് നമ്മുടെ ഇതേപോലെ ചെറിയൊരു ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാടൻ കോഴികൾ മുട്ടയിടുന്നത് നമുക്ക് ഇതേപോലെ വിരിച്ചിറക്കാനും അതേപോലെ സെയിൽ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആണെന്ന് പറയാം ഒരു മാസമൊക്കെ ആകുമ്പോൾ അല്ലെ 1.5 മാസമൊക്കെ ആകുമ്പോൾ നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് അവർക്ക്. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാനുള്ള ഒരു അത് മാത്രം നമ്മൾ തിരഞ്ഞെടുത്താൽ മതി എവിടെയാണെന്നുള്ളത്. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ആവശ്യക്കാർ നമ്മളടുത്ത് വന്നോളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിന് നമ്മുടെ ചെറിയ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ സർവീസ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇത് ഇപ്പോൾ ഓട്ടോ ഫുൾ പിന്നെ തെർമോക്കോളിൻ്റെ ഒരു ബോക്സ് ആയതുകൊണ്ട് അവിടെ നമ്മൾ വാങ്ങിയ ആ സ്ഥലത്ത് തന്നെ നമ്മൾ അയച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് നന്നാക്കിയിട്ട് റിട്ടേൺ നമുക്ക് തരിക ചെയ്യാം. പിന്നെ വേറെ നമ്മളെ കയ്യിലിപ്പോൾ ഈ ഒരു ബോക്സ് ആയതുകൊണ്ടാട്ടോ, വേറെ പലതരം മോഡലാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്യുന്ന സെന്ററും ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഇൻക്യുബേറ്റർ വാങ്ങുകയാണെങ്കിൽ, പിന്നെ നമ്മളെ സാധാരണക്കാരെ കയ്യിൽ ഒരുപാട് പണമൊന്നും മുടക്കി ഇൻക്യുബേറ്റർ ഒന്നും വാങ്ങാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെറിയ ഇൻക്യുബേറ്റർ ആയിക്കോട്ടെ നന്നാവുക വാങ്ങാനൊക്കെ. ഇതാകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അതിന്റെ ഒരു ട്രേ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ വിരിഞ്ഞിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻക്യുബേറ്റർ നല്ല ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൂപ്പലും കാര്യങ്ങളൊക്കെ വരും. പിന്നെ എന്നാലേ നമുക്ക് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷൻ കോഴിമുട്ടയൊക്കെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതിന്റെ ഉൾഭാഗവും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത കോഴിമുട്ട വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരുപാട് വിലയും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു ഇൻക്യുബേറ്റർ ആട്ടോ. അപ്പോൾ എന്തായാലും ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക കേട്ടോ. അപ്പോൾ ഒരുപാട് കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുമ്പോട്ടേക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുന്നവർക്ക് ഒരുപാട് താങ്ക്സ്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് മുമ്പോട്ടും ആവശ്യമാട്ടോ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.